നിങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച് പറയാം. അതിനു മുമ്പ് ഒരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഒരു കോടീശ്വരൻ ആത്മഹത്യ ചെയ്തു. ഒരു ഭിക്ഷക്കാരൻ സന്തോഷത്തോടെ പാട്ടുപാടി നടക്കുന്നു. എന്താണ് ഈ വ്യത്യാസം? നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ രഹസ്യം ഞാൻ ഇന്ന് പറയാം. ഈ 3 മിനിറ്റ് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റാൻ സാധ്യതയുണ്ട്. നമ്മളെല്ലാവരും ഓടുകയാണല്ലോ, എപ്പോഴും ഓടുകയാണ്. കൂടുതൽ പണത്തിന് വേണ്ടി, കൂടുതൽ പ്രശസ്തിക്ക് വേണ്ടി, കൂടുതൽ സുഖത്തിന് വേണ്ടി. 10,000 ശമ്പളമുള്ളവൻ 20,000 ആഗ്രഹിക്കുന്നു. 1 ലക്ഷം ഉള്ളവൻ 10 ലക്ഷം സ്വപ്നം കാണുന്നു. മാരുതി കാറുള്ളവൻ BMW നോക്കുന്നു. പക്ഷേ എത്ര നേടിയാലും സന്തോഷം കിട്ടുന്നില്ല. വൈ? മമ്മൂട്ടി ഒരു സിനിമയിൽ ചോദിച്ചോളൂ, വൈ? കാരണം നമ്മൾ തെറ്റായ സ്ഥലത്തേക്കാണ് തിരിയുന്നത്, നോക്കുന്നത്. ഇല്ലാത്തതിനെപ്പറ്റി ആലോചിച്ച് ഉള്ളതിൻ്റെ വില മറക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മളുള്ളത്. എന്താണ് നമ്മൾ തിരിച്ചറിയേണ്ടത്? നമ്മളൊരു കാര്യം ചെയ്യാം. സീരിയസ്ലി ഇപ്പം തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ നെഞ്ചിൻ്റെ മുകളിൽ കൈവയ്ക്കുക. അപ്പോൾ അവിടെ ഒരു ദുപ് 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 എന്ന് പറഞ്ഞൊരു തുടിപ്പ് അനുഭവപ്പെടും. ആ തുടിപ്പാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത്. അറിയുമോ, ഈ ലോകത്ത് ഈ നിമിഷം ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ 1,50,000 പേർ മരിക്കുന്നുണ്ട് എന്നാണ് കണക്ക്. 50,000 പേരെങ്കിലും ICUവിൽ ജീവന് വേണ്ടി പോരാടുന്നുണ്ട്. 10,000 പേര് ഇപ്പോൾ കോമയിൽ കിടക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളും ഞാനും ഇപ്പോഴും ജീവിക്കുന്നു, ശ്വസിക്കുന്നു, ഈ വീഡിയോ കാണുന്നു. സ്റ്റീവ് ജോബ്സ് മരിക്കുന്നതിന് മുൻപ് പറഞ്ഞത് നമ്മളൊന്ന് ഓർക്കേണ്ടതാണ്. എല്ലാ സമ്പത്തും കൊടുത്താലും ഒരു ദിവസം കൂടി ജീവിക്കാൻ നമുക്ക് കൂടുതലായിട്ട് എക്സ്ട്രാ കിട്ടില്ല എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്താണ് പരിഹാരം? സിമ്പിൾ. ഒരു 3-2-1 എന്നൊരു ഹാപ്പിനെസ് ഫോർമുലയുണ്ട്. ഇതൊക്കെ യോഗസൂത്രങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്നതാണ് കേട്ടോ. ഒന്നാമത് നന്ദി പറയുക എന്നുള്ളതാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ 3 കാര്യങ്ങൾക്ക് നന്ദി പറയുക. 1, ഞാൻ ജീവിച്ചിരിക്കുന്നു. ഇതൊരത്ഭുതമാണ്. അത്ഭുതകരമായ കാര്യമാണ് നമ്മൾ ജീവനോടെ ഇരിക്കുന്നത് എന്നുള്ളത്. നമ്മൾ നന്ദി പറയേണ്ടതാണ്. എനിക്ക് ശ്വസിക്കാൻ കഴിയുന്നു. ഇതൊരു സമ്മാനമാണ്. ശ്വസിക്കാൻ കഴിയാത്ത എത്രയോ ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്, നമുക്ക് ചുറ്റുമുണ്ട്. നമ്മളതിന് നന്ദി പറയണം, ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യണം. ഇനി 3-മത്തേത്, ഇന്ന് എനിക്ക് ഒരു പുതിയ അവസരം കിട്ടുന്നു. എന്തിനെങ്കിലും ഒരു കാര്യത്തിന് പുതിയൊരു അവസരം കിട്ടും. ഇത് നമുക്ക് ഈ 3 കാര്യങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. അതേപോലെ ഒരു 2 മിനിറ്റ് എല്ലാ ദിവസവും രാവിലെ ഗ്രാറ്റിറ്റ്യൂഡ് ടൈം എന്ന് പറയുന്നൊരു സംഗതി വെക്കണം. കണ്ണടച്ച് 2 മിനിറ്റ് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് നിങ്ങൾക്ക് ഓർക്കാൻ കഴിയണം. നിങ്ങൾക്ക് കാണാൻ കഴിവുള്ള കണ്ണുകളുണ്ട്, നിങ്ങൾക്ക് കേൾക്കാനുള്ള ചെവിയുണ്ട്, സ്നേഹിക്കാൻ കുടുംബമുണ്ട്, കഴിക്കാൻ ഭക്ഷണമുണ്ട്, താമസിക്കാൻ വീടുണ്ട്, ഉറങ്ങാൻ കിടക്കയുണ്ട്. നമ്മൾ ഇതിനെപ്പോഴെങ്കിലും നന്ദി പറയാറുണ്ടോ? എല്ലാ ദിവസവും രാവിലെ 2 മിനിറ്റ് നന്ദി പറയാൻ വേണ്ടി മാറ്റിവെക്കണം. സന്തോഷം ഉണ്ടാകാനുള്ള വഴികളാണ് ഞാൻ പറയുന്നത്. നമുക്കതേപോലെ ദിവസവും ചെയ്യാവുന്ന ഒരു കാര്യം, ഏതെങ്കിലും ഒരാളോട് ഹാർട്ട് ഫെൽട്ടായിട്ട് നന്ദി പറയാൻ പറ്റും. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാ ദിവസവും ചെയ്യാൻ പറ്റും. ഒരു നല്ല കാര്യം ചെയ്യുക, എത്ര ചെറുതായാലും ശരി, നല്ല കാര്യം ചെയ്യുക. നന്നായിട്ട് ഒരാളോട് പുഞ്ചിരിക്കാം. ഇത് ഫ്രീ ആണല്ലോ, പൈസ ഒന്നും ചിലവില്ല. നമുക്ക് ഒന്ന് പുഞ്ചിരിക്കാം. നമ്മൾ നടക്കാനൊക്കെ പോകുമ്പോൾ ആളുകളോട് പുഞ്ചിരിക്കാം. നൈക്ക് വ്യൂജിസിക് എന്നൊരാളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന് കൈയും കാലും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു വലിയ മോട്ടിവേഷണൽ സ്പീക്കറായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് കൈകാലില്ല, പക്ഷെ എനിക്ക് ജീവനുണ്ട്, അത് മതി എന്നാണ്. പക്ഷെ നമ്മളോ, ഒന്ന് വൈഫൈ സ്ലോ ആയാൽ, നമുക്ക് നെറ്റ് കിട്ടിയില്ലെങ്കിൽ, ഡിപ്രഷൻ വരുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. AC ഇല്ലെങ്കിൽ ഉറക്കാൻ പറ്റില്ല. ഓർഡർ ചെയ്ത പിസ്സ 30 മിനിറ്റിനകം എത്തിയില്ലെങ്കിൽ നമുക്ക് കംപ്ലൈൻ്റ് ആണ്. ആരാണ് യഥാർത്ഥത്തിൽ പാവം എന്ന് പറഞ്ഞാൽ? ആരാണ് ശരിക്കും ദുഃഖിതർ?
നമ്മളാണ്. നമ്മുടെ മുൻപിൽ ഒരു 30 ദിവസത്തെ ചാലഞ്ച് വയ്ക്കുക, നമ്മളെ ജീവിതത്തെ സന്തോഷമുള്ളതാക്കി തീർക്കാൻ വേണ്ടി. നാളെ മുതൽ ചെയ്യാവുന്നതാണ്. 3, 2, 1 ഈ ഫോർമുല ഓർത്ത് വെക്കുക. രാവിലെ എഴുന്നേറ്റ് ആദ്യം തന്നെ ഫോൺ നോക്കാതെ നന്ദി പറയുക. വാട്സപ്പ് സ്റ്റാറ്റസ് നോക്കാതെ നിങ്ങളുടെ ലൈഫ് സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കുക. നിങ്ങളുടെ ലൈഫിൻ്റെ സ്റ്റാറ്റസ് എന്താ? വീടുണ്ടോ, കൂട്ടുകാരുണ്ടോ, കുടുംബമുണ്ടോ, കണ്ണുണ്ടോ? ലൈഫ് സ്റ്റാറ്റസാണ്, വാട്സപ്പിലെ സ്റ്റാറ്റസ് അല്ല. ലൈഫ് സ്റ്റാറ്റസ് നോക്കുക. ഇത് നിങ്ങൾ തയ്യാറാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഞാൻ റെഡിയാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. വീഡിയോ ഷെയർ ചെയ്യുക. ഒരാളുടെയെങ്കിലും ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ ഈ വീഡിയോ ചിലപ്പോൾ സഹായിച്ചേക്കും. റിമെമ്പർ, നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ജീവിച്ചിരിക്കുന്നു, നിങ്ങൾ ഭാഗ്യവാനാണ്. നമസ്കാരം.